ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് നേടിയെടുക്കണമെന്ന നിർദ്ദേശവുമായി സമസ്തയുടെ മുഖപത്രം. വിജയസാധ്യതയില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ സീറ്റെന്ന ആവശ്യം ലീഗ് ഉന്നയിക്കാത്തതെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം പറയുന്നു. പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പ് പരാമർശിച്ചാണ് സുപ്രഭാതം നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ സമസ്തയുടെ നിലപാട് സമസ്തയുടേത് മാത്രമാണെന്നായിരുന്നു KP മജീദിന്റെ പ്രതികരണം. ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ടെന്ന നിലപാടുമായി യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് മുന്നണിയിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്താത്ത സാഹചര്യത്തിലാണ് ശക്തമായ മുഖപ്രസംഗവുമായി സുപ്രഭാതം രംഗത്തെത്തിയത്. മൂന്നാമത്തെ സീറ്റ് ബാധ്യതയോ എന്ന തലക്കെട്ടിൽ ഈ വിഷയത്തിൽ ലീഗ് എടുത്തിരിക്കുന്ന നിലപാടിനെ സുപ്രഭാതം രൂക്ഷമായി വിമർശിക്കുന്നു. ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2 സീറ്റുകളിൽ ഒതുങ്ങി നിൽക്കാനുള്ള തീരുമാനം ആത്മഹത്യാപരമാണ്. കോൺഗ്രസ് തരാൻ തയ്യാറായിട്ടും മൂന്നാമത്തെ സീറ്റിന് വിമുഖത കാണിക്കുന്നത് അംഗീകരിക്കാനാവില്ല. റാലികളും മഹാസമ്മേളനങ്ങളുമല്ല, നിയമനിർമ്മാണ സഭയിലെ അംഗബലമാണ് പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്നതെന്ന CH മുഹമ്മദ് കോയയുടെ വാക്കുകളും സുപ്രഭാതം ലീഗ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം 3 സീറ്റിന് അർഹതയുണ്ടെന്ന നിലപാടുമായി യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് രംഗത്തെത്തി. 3-ാം സീറ്റിന് മാത്രമല്ല അർഹതയുള്ളത്, അർഹതയുടെ ലെവൽ വെച്ച് പരിശോധിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് അതിൽ കൂടുതൽ അർഹതയുള്ള പാർട്ടിയാണ്, യാതൊരു സംശയം. അത് ഏത് വിഷയം വന്നാലും, ഈ പാർലമെന്റ് സീറ്റിന്റെ കാര്യം മാത്രമല്ല, ഏത് വിഷയത്തിലും പാർട്ടി നേതൃത്വമായി ഞങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട്. ആ അർത്ഥത്തിൽ പാർട്ടി നേതൃത്വത്തെ തീർച്ചയായും ഞങ്ങൾ ചർച്ചയിലൂടെ അറിയും. എന്നാൽ സമസ്തയുടെ അഭിപ്രായം സമസ്തയുടേത് മാത്രമാണെന്നായിരുന്നു KP മജീദിന്റെ പ്രതികരണം. സമസ്തക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം. ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകില്ലെന്ന സൂചന KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരനും നൽകി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് സീറ്റുകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുക എന്നതാണ് KPCCയുടെ തീരുമാനം. അതിനകത്തൊരു വ്യതിയാനം വരുത്താനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ. PL കിരൺ, മീഡിയ 1, കോഴിക്കോട്.